പൊതുവെ നമ്മൾ വല്ല ഇന്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് പോകുന്ന സമയത്തൊക്കെ പൊതുവെ ഈ സമൂഹത്തിൽ പറഞ്ഞു വരുന്ന കാര്യം അല്ലെങ്കിൽ നമ്മുടെ ചിലപ്പോൾ നമ്മുടെ പാരന്റ്സ് ഒക്കെ പറയുന്ന കാര്യമായിരിക്കും, നീ ഇങ്ങനെ നടക്കണം, ഇങ്ങനെ പോകണം, ഇങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഉള്ളത് അല്ലേ. അവർ ഇത് പറയുമ്പോൾ നമ്മൾ പറയും എന്താ ഇപ്പൊ അങ്ങനെയൊക്കെ നടക്കേണ്ട ആവശ്യം, ഞാൻ എന്റെ രീതിയിൽ നടന്നാൽ പോരെ, ഞാൻ എങ്ങനെയാണെന്നോ അങ്ങനെ കണ്ടാൽ മതി, അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ടല്ലേ. പൊതുവെ നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോഴാണെങ്കിലും ഏതെങ്കിലും ഒരു ജോബിൽ ഒരു പോസ്റ്റിൽ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് നമ്മുടേതായ ഒരു രീതിയുണ്ട് അല്ലെ. പൊതുവെ നമ്മൾ അറിയാതെ നമ്മളെ മറ്റുള്ളവർ നോക്കി കാണുന്നുണ്ട്, ചില അവരുടെ ഒരു ഒരു ഈ സമൂഹത്തിന്റെ ഒരു കണ്ണുണ്ട്, ആ രീതിയിൽ നമ്മൾ നോക്കി കാണുമല്ലേ. അത് ഓരോ പോസ്റ്റിൽ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴൊക്കെ അത് മാറി മാറി വരും. അപ്പൊ നമ്മൾ അറിയാതെ നമ്മളെ മറ്റുള്ളവർ നോക്കി കാണുന്ന ചില കാര്യങ്ങളെ പറ്റിയാണ്, ഒരു 6 കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഇത് അറിയുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുത്താണെങ്കിൽ ശരിക്കും നിങ്ങളുടെ ലൈഫ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏത് പോസ്റ്റിൽ ഇരിക്കുകയാണെങ്കിലും, ഒരു പോസ്റ്റും അല്ല ഒന്നും അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനാണെങ്കിൽ പോലും നമ്മുടെ ലൈഫിൽ നമ്മൾ ചില രീതിയിൽ നമ്മൾ ഡിസിപ്ലിൻസ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ലൈഫിനെ നമ്മൾ ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മറ്റുള്ളവർ നോക്കി കാണുമ്പോൾ ഒരുപാട് അവരുടെ കാഴ്ചപ്പാടിലൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പം മറ്റുള്ളവർ നമ്മൾ നോക്കി കാണുന്ന പൊതുവെ ഒരു മനുഷ്യനെ കാണുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ നോക്കി കാണുന്നത് എന്നുള്ളത് നമ്മൾ പോലും അറിയാതെ നമ്മൾ നോക്കി കാണുന്ന കുറച്ച് കാര്യമാട്ടോ ഞാൻ ഇതിൽ ഷെയർ ചെയ്യാൻ പോണത്. ഹൗ യു ക്യാരി യുവർ സെൽഫ് എന്നാട്ടോ ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. നമ്മൾ അപ്പിയറൻസ് തന്നെ പൊതുവെ നമ്മളൊരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ വളരെ നീറ്റ് ആൻഡ് ഡ്രസ് ചെയ്തിട്ട് നല്ല ഭംഗിയിലായിരിക്കും പോവുക അല്ലെ. പക്ഷെ നമ്മൾ കാഷ്വൽ ആയിട്ട് എവിടെ പോകുമ്പോഴും അത്രയും നമ്മൾ ശ്രദ്ധിക്കാറില്ല അല്ലെ. നമ്മൾ പെട്ടെന്ന് പോകും, ഞാൻ അടക്കം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒത്തിരി പേര് ഇന്ന് ചുറ്റുമുണ്ട് കേട്ടോ. നമ്മള് ഡ്രസ്സ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയുന്നത് കോസ്റ്റ്ലി ഡ്രസ്സ് ഇടണമെന്നൊന്നല്ല കേട്ടോ, പക്ഷെ അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം എന്നുള്ളിരുന്ന ഡ്രസ്സ്. അത് ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കാലിൽ എത്ര നീറ്റ് ആണ് എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിൽ അവരുടെ നെയിൽ പോളിഷ് അത് ഫുൾ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അതെന്താ ക്ലീൻ അല്ലെങ്കിൽ അതും ആൾക്കാർ ഇന്നത്തെ കാലത്ത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. മുമ്പൊക്കെ ചിലപ്പോൾ അത് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ അത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നീറ്റ്നെസ് ആണ് വളരെ ഇമ്പോർട്ടന്റ്. നമ്മൾ ചപ്പല് നീറ്റ് ആണോ ഈ വക കാര്യങ്ങൾ നന്നായിട്ട് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അപ്പിയറൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. മറ്റുള്ളവർ നോക്കിക്കാണുന്നില്ലേ, ഇപ്പൊ ഈ പറയുന്നത് മറ്റുള്ളവർ നമ്മൾ നോക്കിക്കാണുന്ന ഏത് രീതിയിലായിക്കോട്ടെ, അതിന് നമ്മൾ എന്തിനാ ബോധേഡ് ആവുന്നതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാം, നമ്മൾ ബോധേഡ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ, അതിന്റെ ആവശ്യമേ ഇല്ല. പക്ഷേ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ വക കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നമുക്ക് തന്നെ നല്ലൊരു കാര്യം കേട്ടോ. ഈ നീറ്റായിട്ടും ക്ലിയർ ആയിട്ടും ക്ലീൻ ആയിട്ടൊക്കെ പോവാന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടറിനെ ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവരോട് ജഡ്ജ് ചെയ്യുന്നതും അതാണ്. നമ്മള് ഈ ഒരു രീതിയിലാണ് ഒരു നീറ്റ് അല്ലാത്ത രീതിയിലെ ഡ്രസ്സ്, വൃത്തിയില്ലാത്ത ഡ്രസ്സൊക്കെ നമ്മൾ ഇട്ടിട്ട് പോകുന്ന സമയത്ത് എന്താ ഇങ്ങനെയെന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നതിൽ നമുക്കൊരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സമൂഹത്തിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നടക്കാറുള്ളത്. ഞാൻ ഒരിക്കലും കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സോ കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. നമ്മൾ എന്ത് ചെറിയ എമൗണ്ടിന്റെ കാര്യമാണെങ്കിലും അത് നീറ്റായിട്ട് ധരിക്കുക എന്നുള്ളത് സമൂഹത്തിൽ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അവർ നമ്മൾ നോക്കിക്കാണുക തന്നെ ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഇന്നോവേഴ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ അത് നമ്മൾ മറ്റുള്ളവർ കാണുന്നില്ല. പക്ഷെ നമുക്കൊരു അപകടമോ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഒരാൾ ക്യാരി ചെയ്യുന്ന സമയത്ത് അവർക്ക് അതൊരു ഡിസ്റ്റർബ് ആവും. നമ്മൾ വിചാരിക്കും ആരും കാണുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പൊ മറ്റുള്ളവർക്ക് ഒരു ഡിസ്റ്റർബ് ആവും. അപ്പൊ നമ്മൾ അത് എപ്പോഴും ചിന്തിക്കണം. നമ്മളെ ലൈഫ് എപ്പോഴും ഒരേ രീതിയിലായിരിക്കില്ല പോകുന്നുണ്ടാവുക. എന്തെങ്കിലുമൊക്കെ ചെറിയ നമ്മൾ പെട്ടെന്ന് ഒരു ക്ഷീണമായി വീഴോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഈ അപ്പിയറൻസ് മൊത്തത്തിൽ ഞാൻ പറയുന്നില്ല, കോസ്റ്റ്ലി എന്നല്ല ഉദ്ദേശിച്ചത്. നമ്മൾ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പോകണം. അത് നമ്മൾ നന്നായിട്ട് നോക്കിക്കാണുന്നത് കേട്ടോ. എനിക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. കോളേജിലേക്ക് പോകുന്ന സമയത്തെല്ലാം ഇരിക്കുന്ന ആൾക്കാരൊക്കെ ചില സമയം നമ്മളെ കാലും ഒക്കെ നോക്കുന്നുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ നമ്മളെ കാലം അത്രയും നീറ്റ് ആയിട്ട് അതവര് ഭംഗിയുള്ള ഒരു കാല് കണ്ടാൽ എല്ലാവരും നോക്കും, ഭംഗിയുള്ള ഒരു കൈ കണ്ടാൽ എല്ലാവരും നോക്കും. അതേപോലെ നോക്കുന്ന സമയത്ത് ഇത് അഭംഗിയുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളെ ജഡ്ജ് ചെയ്യും. അപ്പം അത് നമ്മൾ അപ്പിയറൻസ് തീർച്ചയായിട്ടും മറ്റുള്ളവർ നോക്കിക്കാണുന്ന ഒരു കാര്യം കേട്ടോ. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും ജഡ്ജ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. ഇപ്പൊ നമ്മൾ ഒരാളെ ചിരിക്കാതെ, ഞാൻ ഇപ്പൊ എന്റെ വീഡിയോസിലൊക്കെ പൊതുവെ പറയാറുണ്ട്, ഞാൻ അധികം എങ്ങനെ ചിരിക്കുന്ന ആലോചിക്കുന്ന ഒരാളാണ്. അപ്പം ചിരിക്കാതിരിക്കുമ്പോൾ അഹങ്കാരിയാണ്, ചിലപ്പോൾ ഒരു വളരെ പാവമുള്ള ഒരാളായിരിക്കാം, പക്ഷെ ഭയങ്കര ഇൻട്രോവേർട്ട് ആണ്. എങ്ങനെ മറ്റുള്ളവർക്ക് ചിരിക്കാൻ പറ്റുമോ, ചിരിച്ചാൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇപ്പോഴും എന്റെ മോളെ ഞാൻ നോട്ടീസ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ അവരോട് പറയാറുണ്ട് എല്ലാവരോടും ചിരിക്കുന്നത്. അപ്പോൾ ആൾക്കാരെ മുഖത്തേക്ക് അവള് ഭയങ്കര ആർട്ടിഫിഷ്യലി ഒന്ന് ചിരിക്കുക. അപ്പൊ ഞാൻ എനിക്കപ്പോൾ ചിരി വരും, പക്ഷെ ഞാൻ വിചാരിക്കും അവളെ ചെയ്തോട്ടെ എന്നുള്ളത്. കാരണം പക്ഷെ അവർ തിരിച്ച് ചിലപ്പോൾ ചിരിക്കല് വരില്ല. അപ്പോൾ അവളെ മുഖത്ത് വല്ലാത്തൊരു എക്സ്പ്രഷൻ വരും കേട്ടോ. അപ്പം നമ്മള് മറ്റുള്ളവർക്ക് ചിരിക്കാന്നുള്ളതും ആ ചിരി എന്ന് പറയുന്നതിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു ആർട്ടിഫിഷ്യൽ ആണ് അവർ ചെയ്യുന്നെങ്കിൽ പോലും അത് അവർക്ക് മനസ്സിലാവും, നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക്. കാരണം അപ്പൊ നമ്മൾ ഈ ചിരിക്കാൻ ബുദ്ധിമുട്ട് ആൾക്കാർ ചിരിക്കാൻ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലാതെ ചില ആൾക്കാരെ അത് ജഡ്ജ് ചെയ്ത് പറയും അഹങ്കാരിയാണ് അങ്ങനെയുള്ളതല്ല. അത്
പറയും. നമ്മളിപ്പോ നമ്മളെ ക്യാരക്ടർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ ഇൻട്രോവേർട്ട് ആണ്, എനിക്കിത് ബുദ്ധിമുട്ടാണ് ചെയ്യാനൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ജഡ്ജ് ചെയ്യും. അപ്പൊ നമ്മൾ ചിരിക്കാൻ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഒരാൾക്ക് സംസാരിക്കുന്ന സമയത്ത് അവരടുത്ത് എപ്പോഴും കണ്ണുകൾ നോക്കി സംസാരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ചില ആൾക്കാർക്കൊക്കെ ഈ പറഞ്ഞ ഇൻട്രോവേർട്ട് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിക്കോട്ടെ, അല്ലാതെ ചില ആൾക്കാർക്കൊക്കെ ചില സിറ്റുവേഷൻസ് ഒക്കെ വന്നാൽ ടെൻഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ചിലപ്പോൾ ഐ കോണ്ടാക്ട്സ് ഇല്ലാതെ സംസാരിക്കുക. പക്ഷെ നമ്മൾ ഐ കോണ്ടാക്ട് വെച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മുടെ എന്ന് പറയുന്ന ക്യാരക്ടറിനെ അവിടെ മറ്റുള്ളവർക്ക് ഉള്ളിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്, മറ്റുള്ളവർക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് നമുക്ക് തരുന്ന ഒരു ഇതുണ്ടല്ലോ, അവർക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അവർ ഒരിക്കലും നമുക്കൊരു ഒരു ഗുഡ് സിഗ്നൽ നമ്മുടെ ക്യാരക്ടറിന് തരില്ല കേട്ടോ. നമ്മൾ എപ്പോഴും ഐ കോണ്ടാക്ട് വെച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതും മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ അവരെ മുഖത്ത് നോക്കാതെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ചിരിഞ്ഞ എന്തോ കളത്തിലുണ്ട് എന്നൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർ പറയും അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെ സ്മൈൽ അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്യാത്തവരെയും മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫേസിയൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, നമ്മളൊരു എക്സ്പ്രഷൻസ് ഇടാനുണ്ട്. ചില സ്ഥലത്തിൽ ചില സമയത്തൊക്കെ ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത്. അതൊരു പക്ഷേ നമുക്ക് വളരെ കൂളായിരിക്കാം നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ നമ്മളൊരു ആൾ പോകുന്ന കണ്ടിട്ട് നമ്മൾ ഫ്രണ്ട്സുകൾ തമ്മിൽ എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ ഇടുമായിരിക്കും. പക്ഷെ അത് കാണാൻ ഒരുപാട് പേരുണ്ട് എന്നുള്ളൊരു ബോധ്യം വേണം. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണോ അല്ലെങ്കിൽ വേറെ എവിടെ വെച്ചിട്ടാണെങ്കിൽ പോലും ആണെങ്കിലും നമ്മൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അത് കാണാൻ ഒത്തിരി പേരുണ്ടാവും. അപ്പൊ നമ്മൾ അവരെങ്ങനെയായിരിക്കും ജഡ്ജ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ഫേഷ്യൽ എക്സ്പ്രഷൻ ഇടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ വിചാരിക്കും നമ്മൾ രണ്ടുപേരുള്ള ടോക്കിനിടയിലാണെന്നുള്ളത്. പക്ഷേ അല്ല, നമ്മൾ നോക്കുന്ന ഒരുപാട് കണ്ണുകൾ നമുക്ക് ചുറ്റും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ സമൂഹത്തിൽ വെച്ച് നമ്മൾ സംസാരിക്കുന്ന ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അതിൽ നമ്മൾ മുഖത്തേക്ക് വരുത്തുന്ന എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ, ഒരു ചിരിയുടെ കുറവായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് മറ്റുള്ളവർ നോട്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ ബോഡി ലാംഗ്വേജ് കേട്ടോ, നമ്മൾ ബോഡി ലാംഗ്വേജ് മറ്റുള്ളവർ നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ മോളുടെ മീറ്റിങ്ങിന് പോയ സമയത്ത് അവിടെ ഒരുപാട് പ്രസംഗം കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ആള് ഭയങ്കര ലേസി ആയിട്ട് ആള് മെല്ലെ ഇങ്ങനെ ഇരിക്കുന്നത് ചെരിഞ്ഞ് എന്റെ മേലേക്ക് ഇങ്ങനെ കൈവച്ച് ഇരുന്നപ്പോൾ ഞാൻ മെല്ലെ തട്ടി. ഞാൻ പറഞ്ഞ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നത്. കാരണം മറ്റുള്ളവർ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ലേസി ആണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബോഡി ലാംഗ്വേജും നന്നായിട്ട് മറ്റുള്ളവർ വാച്ച് ചെയ്യുന്നുണ്ടാവും. അതേപോലെ നമ്മൾ കണ്ണുകൾ പോകുന്നത് നോക്കി ചില ആൾക്കാർ പറയല്ലേ അവൾ കളവാ പറയുന്നതെന്നൊക്കെ. അതേപോലെ നമ്മുടെ കൈ ഭയങ്കരമായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കാൻ നമുക്ക് ഫിയർ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് സംസാരിക്കാൻ നമുക്ക് എന്താണ് നാണാണ്, ഇങ്ങനെയൊക്കെ മറ്റുള്ളവർ പറയുന്നില്ലേ. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ബോഡി ലാംഗ്വേജ് മറ്റുള്ളവർ നോട്ടീസ് ചെയ്യുന്നുണ്ട്, നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചില സിറ്റുവേഷൻസിലൊക്കെ ഈ രീതിയിൽ ബിഹേവ് ചെയ്യുമ്പോൾ ചില ആൾക്കാർ പറയും ക്രിഞ്ച് ആണ്, അതേപോലെ ചില ആൾക്കാർ പറയും ഓ അവൻ ഭയങ്കര ഷൈ ആണ്, അവൻ ഇൻട്രോവേർട്ട് ആണ്, ഇങ്ങനെയൊക്കെ നമ്മളെ ബോഡി ലാംഗ്വേജ് നോക്കി ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പം അതും കൂടി നമ്മുടെ ഉള്ളിൽ മനസ്സിലാക്കുക, നമ്മുടെ ബോഡി ലാംഗ്വേജ് പ്രത്യേകിച്ച് മറ്റുള്ളവർ നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ ട്രീറ്റ്മെന്റ് ഓഫ് അതേഴ്സ്, നമ്മൾ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നതും തീർച്ചയായിട്ടും മറ്റുള്ളവർ നോക്കി കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ പൊതുവെ നമ്മുടെ പാരന്റ്സ് ആയിട്ട് പുറത്തു പോകുമ്പോൾ, നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ട് പുറത്തു പോകുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് മറ്റുള്ളവരെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒരുപാട് എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും അങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ അത് അവർ നന്നായിട്ട് നോക്കി കാണുന്നുണ്ട്. അതേപോലെ നമ്മൾ ചില റെസ്റ്റോറന്റിലും കാര്യങ്ങളൊക്കെ പോയിട്ട് അവിടുത്തെ സ്റ്റാഫ്മാരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന കാര്യങ്ങളും, നമ്മൾ ചില ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഷോപ്പിൽ പോയാൽ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാർ നോക്കി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇനിയിപ്പോൾ അവരുടെ അടുത്തൊക്കെ ബിഹേവ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക, നമ്മളെ ഭാഗത്ത് ചിലപ്പോൾ ന്യായങ്ങൾ ഉണ്ടാവുമായിരിക്കാം, പക്ഷേ മറ്റുള്ളവർ നമ്മളെ നോക്കി കാണുന്നുണ്ട്. അവരുടെ ചില കാഴ്ചപ്പാടിൽ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. അതുപോലെ നിങ്ങൾ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ എനർജി. നിങ്ങളുടെ എനർജി ഏത് ലെവലിലാണ് പോകുന്നതെന്നുള്ളത് തീർച്ചയായിട്ടും നോക്കിക്കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ വ്യക്തികൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഏത് രീതിയിലാണ്, ഏത് രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യുന്നത് നോക്കി നമ്മൾ ഒരുപാട് കാറ്റഗറൈസ് വരെ ചെയ്യുന്നുണ്ട്. ഭയങ്കര സ്മാർട്ടാണ്, ചില ആൾക്കാർ ഓവർ സ്മാർട്ട് ആണെന്ന് പറയും. ഇതൊക്കെ നമ്മളെ എനർജി നോക്കിയിട്ടാണ് അവർ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അതും തീർച്ചയായിട്ടും മറ്റുള്ളവർ നമ്മൾ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഭയങ്കര ലേസി ആയിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ ഒരു കാര്യത്തിനും അധികം എനർജി കൊടുക്കാണ്ട് ഭയങ്കര ലോ ആയിട്ട് ഇരിക്കുകയാണ്, എല്ലാത്തിനും ഭയങ്കര ഒന്നിനോട് ഒരു താല്പര്യം ഇല്ലാത്ത രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ അതിനെ നന്നായിട്ട് ജഡ്ജ് ചെയ്യുന്നുണ്ടാവും മറ്റുള്ളവര്. അത് നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ആ ഒരു എനർജീനെ തീർച്ചയായിട്ടും അവര് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും എനർജി എന്ന് പറയുന്നത് ഓവർ ആവാനും പാടില്ല, ഒരിക്കലും കുറയാനും പാടില്ല. അപ്പൊ നമ്മൾ എനർജറ്റിക് ആയിട്ട് എപ്പോഴും വർക്ക് ചെയ്യുക. നമ്മൾ വർക്ക് സ്പേസിലൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും മറ്റുള്ളവർ നോക്കി കാണുന്നുണ്ട്. അത് എവിടെ ആയിക്കഴിഞ്ഞാലും ചില ആൾക്കാർ ചില സിറ്റുവേഷൻസിലൊക്കെ ഭയങ്കര ഓവർ ആയിട്ടാണ് കാണിക്കുക. അത് ഓവർ സ്മാർട്ട്നെസ്, അത് നമ്മൾ ഒരുപാട് ജഡ്ജ് ചെയ്യുന്നുണ്ട്. അത് നമ്മളെ വളരെയധികം നമ്മുടെ ക്യാരക്ടറിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ എനർജി മറ്റുള്ളവർ നോക്കി കാണുന്നുണ്ട്.
ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ ലാംഗ്വേജ് മറ്റുള്ളവർ നോക്കി കാണുന്നത് കേട്ടോ. നിങ്ങളുടെ സംസാരം ഇപ്പം നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഭയങ്കര ഓവർ സ്മാർട്ട് ആണെന്ന് ചിലപ്പോൾ അവർ പറയും. അതേപോലെ തന്നെ നിങ്ങൾ വളരെ കുറച്ച് സംസാരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഹങ്കാരാണെന്ന് പറയും, സംസാരിക്കാനൊക്കെ വലിയ അഹങ്കാരാണെന്ന് പറയും. അതേപോലെ തന്നെ ടോണിലും പറയും കേട്ടോ. നിങ്ങൾ നല്ല ടോൺ എടുത്ത് സംസാരിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങളെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് സൗണ്ട് എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ പറയും പേടിയാണോ സംസാരിക്കാൻ, ഇങ്ങനെയും ചോദിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. ഇങ്ങനെ രീതിയിലൊക്കെ കാറ്റഗറൈസ് ചെയ്യും. അതിലൊക്കെ ഉപരിയായിട്ട് ഒരു കാര്യം ഉണ്ട് കേട്ടോ, നമ്മൾ സംസാര രീതി. ഇപ്പൊ നമുക്ക് ഈ നമ്മുടെ കേരളത്തിൽ ഒരുപാട് രീതിയിലാണ് മലയാളം സംസാരിക്കുന്നത്. ഞാൻ ഒരു കണ്ണൂർക്കാരിയാട്ടോ. അപ്പൊ പലപ്പോഴും ഞാൻ സ്പഷ്ടമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കും. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് ജില്ലയിൽ നിന്ന് ആൾക്കാർ കാണുന്നതാണ്. കാരണം ഞാൻ കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണം എന്നില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ വേർഡ്സ് ഒക്കെ വരും. കാരണം അതെന്റെ ഒരു, ഞാൻ എപ്പോഴും സംസാരിക്കുന്ന ഒരു ഫ്ലുവൻസി ഉള്ള ഒരാളല്ലേ. അപ്പം പലപ്പോഴും കമന്റ് വരാറുണ്ട് കണ്ണൂരാണ് അല്ലേ എന്നുള്ളത്. അപ്പൊ ചെറുതിലെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്റെ അടുത്ത് കുറെ വീട്ടിന്റെ അടുത്തേക്കുള്ള ഏട്ടന്മാരൊക്കെ പറയാറുണ്ടോ വലിയ അച്ചടി ഭാഷ എന്നിട്ട്. കാരണം ഞാൻ ചെറുതിലെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എനിക്ക് സംസാരിക്കാൻ എന്നുള്ളത്. അപ്പൊ ഞാൻ കണ്ണാടി നോക്കിയിട്ട് ഓരോ ടോപ്പിക്ക് സംസാരിക്കാറുണ്ട്. അപ്പൊ അത് നമ്മൾ സംസാരിക്കുക ഒരിക്കലും നമ്മുടെ ഭാഷയിലല്ല, നമ്മളത് കുറച്ചും കൂടെ നമ്മൾ ഇതുപോലെ സംസാരിക്കാനൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആങ്കേഴ്സ് ഒക്കെ പറയുന്നത് കേൾക്കാറില്ലേ, അവരെപ്പോഴും ലാംഗ്വേജിനെ ഒരിക്കലും അവരുടെ ഭാഷയിൽ അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. അവര് അങ്ങനെ സംസാരിച്ചാൽ അതൊരിക്കലും ചില ആൾക്കാരൊക്കെ സക്സസ് ആയിട്ടുണ്ട്. എന്നാലും പൊതുവെ എല്ലാവരും സംസാരിക്കുക എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കും. കാരണം ഒരു മലയാള ഭാഷ എങ്ങനെയാണ് സംസാരിക്കുന്ന ആ രീതിയിൽ. പക്ഷെ ഒരുപാട് ചേഞ്ചസ് വരും. കാരണം നമ്മൾ വളർന്നു വന്നതും നമ്മൾ സംസാരിച്ചതായിട്ടുള്ള രീതികളും ഉണ്ടാവുമായിരിക്കും. എന്നാലും നമ്മൾ ഒരു ഓഫീസിലേക്ക് പോകുമ്പോഴാണെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോഴാണെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ എപ്പോഴും നമ്മുടെ ലാംഗ്വേജ് മാറ്റുമല്ലേ. കാരണം നമ്മൾ പൊതുവെ നമ്മുടെ വില്ലേജിൽ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല വേറൊരു സദസ്സിൽ പോകുമ്പോൾ സംസാരിക്കാം. അപ്പൊ ഈ ചേഞ്ചസുകൾ ഉണ്ടാവും. അത് നമ്മൾ ഒരുപാട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്റെ സംസാരത്തിൽ ഈ ചേഞ്ചസ് ഒക്കെ എന്നെ നോക്കി അഹങ്കാരം അല്ലെങ്കിൽ വലിയ എന്താണ് വിചാരം ഈ രീതിയിലൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും വിചാരിക്കും ഇതേ എന്താണ്, ഞാൻ ഇന്റൻഷ്യലി ചെയ്യുന്ന ഒരാളായിരുന്നില്ല, ഞാൻ ഇന്റൻഷ്യലി ആക്കാനുള്ള രീതിയിൽ പലരും ചോദിക്കാറുണ്ട്. പക്ഷെ അത് ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടാവുക. അതേപോലെ തന്നെ എന്റെ അമ്മയുടെ സ്ഥലം മലപ്പുറമാണ്. അപ്പം അതിൻ്റെതായ ചേഞ്ചസ് ഒക്കെ എന്റെ ഭാഷയിൽ എപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് എന്നെ എല്ലാവരും ആ ഒരു രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാറുണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നമ്മുടെ സംഭാഷണ രീതി, നമ്മൾ ടോണ്, നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, പിന്നെ ചില ആൾക്കാരൊക്കെ എപ്പോഴും ഭയങ്കര ഹ്യൂമറും ഭയങ്കര മറ്റുള്ളവരെ താറടിച്ച രീതിയിലൊക്കെ സംസാരിക്കും. അതിനെ ആൾക്കാർ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ ലാംഗ്വേജിനെ ഒരുപാട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു പുറത്തൊരു സ്ഥലത്ത് പോവാണെങ്കിൽ, വേറൊരു സ്ഥലത്തേക്ക് പോവാണെങ്കിൽ നമുക്ക് അവിടെ ഇംഗ്ലീഷ് പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനെയും കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. നമ്മൾ അവരടുത്ത് ചെയ്യുന്നത് ഏത് രീതിയിലാണ്, നമ്മൾ ഭയങ്കര കോൺഫിഡൻസ് ഇല്ലായ്മയിലാണെങ്കിൽ അതിനെ അവർ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഭാഷ എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കാണുന്ന ഒരു വലിയ ഒരു ഘടകം തന്നെയാണ്. നമ്മൾ സംസാര രീതി, നമ്മുടെ ടോൺ എല്ലാത്തിനെയും മറ്റുള്ളവർ നോക്കിക്കാണുന്നുണ്ട്. അപ്പൊ നമ്മളെ ലൈഫിൽ ഞാനിപ്പോ പറഞ്ഞ ഇപ്പൊ ഒരു 6 പോയിന്റാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ മറ്റുള്ളവർ നമ്മൾ നോക്കിക്കാണുന്നത്, നമ്മൾ അറിയാതെ നമ്മൾ നോക്കിക്കാണുന്ന കാര്യങ്ങൾ. പൊതുവെ നമുക്കൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും, എന്നാലും നമ്മൾ ചില സമയത്ത് ഇതൊന്നും ശ്രദ്ധിക്കാതെ പോവാറുണ്ട്. ചില സമയത്ത് ശ്രദ്ധിക്കാതെ ഈ രീതിയിലൊക്കെ ബിഹേവ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് സമൂഹത്തിന് മുമ്പിൽ കുറച്ചും കൂടെ ഒരു നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറ്റും. നല്ല ബിഹേവിയർ ആട്ടോ. അപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് മാറാനൊന്നും പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, മറ്റുള്ളവർ നമ്മൾ എങ്ങനെ നോക്കി കാണുന്നു എങ്ങനെ നോക്കി കാണുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ പല സിറ്റുവേഷൻസിലും നമ്മൾ അങ്ങനെ കാണിക്കേണ്ടി വരും. നമ്മളൊരു ഓഫീസിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇരിപ്പിലായാലും നമ്മുടെ നോട്ടത്തിലാണെങ്കിലും നമ്മുടെ സംസാരത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ അതിനെ മാനിച്ചേ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾ സമൂഹത്തിന് മുമ്പിൽ ചിലപ്പോൾ നമ്മൾ പറയും ഞാൻ എങ്ങനെയെങ്കിലും നടക്കും, എന്റെ ഇഷ്ടമല്ലേ എന്ന് പറയാം. പക്ഷെ നമ്മൾ ഒരുപാട് സിറ്റുവേഷൻസിലേക്ക് പോകുമ്പോൾ നമ്മളത് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യേണ്ടി വരും. നമ്മുടെ സംസാരം എങ്ങനെയാണ്, നമ്മുടെ ഇരുത്തം എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് ആൾക്കാരുടെ ബിഹേവ് ചെയ്യുന്നത്, ഈ ഒക്കെ രീതി നമ്മൾ തീർച്ചയായിട്ടും മാറ്റേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.